മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ ബ്രിൻഡോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഫുൾ മാക്കിന്റെ പ്രോഡക്റ്റ് വെച്ചിട്ട് മേക്കപ്പ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൂടുതൽ ബ്ലാ അടിക്കാനൊന്നും സമയമില്ല. നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് മാക്കിന്റെ സ്ട്രോക്ക് ക്രീം ആണ്. ഇത് നല്ലൊരു മോയ്സ്ചറൈസർ കൂടിയായിട്ട് ആക്ട് ചെയ്യും. ഇത്രയൊക്കെ മതി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഓവർ എക്സസ് പ്രോഡക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമ്മൾ ഇന്നത്തെ മേക്കപ്പിൽ വേറൊരു ബ്രാൻഡും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് മാക്കിൻ്റെ എന്തൊക്കെ പ്രോഡക്ട്സ് ഉണ്ടോ അതിട്ട് മാത്രമാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇല്ലുമിനേറ്റർ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രോക്ക് ക്രീം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ഗ്ലോ ഇല്ലേ, ആ സാധനം വരും. ഒരു ചെറിയ ഗ്ലോ നമ്മുടെ സ്കിന്നിന് വന്നിട്ടില്ലേ. ഇവിടെ ചെറിയൊരു കുരു വന്നിട്ടുണ്ട് കേട്ടോ. അത് ആക്ച്വലി കുരു അല്ല, എന്തോ കൊതുക് കടിച്ചതാണ്. കൊതുക് കടിച്ചാൽ എനിക്ക് ചില സമയം കുരുവായിട്ട് അത് കൺവേർട്ട് ആവാറുണ്ട് കേട്ടോ. എന്ത് അവസ്ഥയാണ്. അടുത്ത നമ്മൾ മാക്കിൻ്റെ പ്രിപ്പ് ആൻഡ് പ്രൈം ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ്. എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും ഇത് ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ബോട്ടിൽ കാലി ആവാറായിട്ട് ഇനി അടുത്തത് ഇത് വാങ്ങണം. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഒരു അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. എന്നാലും വേണ്ടില്ല, ഇതൊരു മുതൽക്കൂട്ടാണ് ഗൈസ്. സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർബ് ആവട്ടെ. ഏതൊരു മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇടുന്ന പ്രോഡക്റ്റ് കുറച്ച് സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൈം കൊടുക്കുക. എന്നാലാണ് നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു ഗ്ലോ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ മാക്കിൻ്റെ പ്രിപ്പ് ആൻഡ് പ്രൈം എന്താണെങ്കിലും ഉടനെ വാങ്ങണം. നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് അറ്റ് എ ടൈം നമുക്ക് ഫേസ് പ്രിപ്പ് ചെയ്യാനും, അതായത് മേക്കപ്പ് ഇടുന്നതിന് തൊട്ട് മുന്നേ യൂസ് ചെയ്യാനും, മേക്കപ്പ് ഇട്ടതിന് ശേഷം സെറ്റിംഗ് സ്പ്രേ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ. പൈസ നഷ്ടമേ ഇല്ല. നമ്മൾ ആസ് യൂഷ്വൽ എന്നത്തെ പോലെ യൂസ് ചെയ്യുന്ന മാക്കിൻ്റെ കറക്റ്റിംഗ് പാലറ്റ് ആണ്. ഇത് കറക്റ്റർ പ്ലസ് കൺസീലർ വരുന്ന ഒരു പാലറ്റാണ്. ഇതും നഷ്ടമില്ലാട്ടോ. വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരു നഷ്ടമില്ലാത്ത പാലറ്റാണ്. അടിപൊളി പാലറ്റാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്തൊന്ന് കൊടുക്കാം. അപ്പോൾ ഈ കറക്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ ഡാർക്ക് സർക്കിളിൻ്റെ ആ ഒരു ഡള്ളായിട്ടിരിക്കുന്ന ആ ഒരു ഏരിയ അത് എടുത്ത് കാണാറില്ല. അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റർ ഇടുന്നത്. വേഗം പറഞ്ഞു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മേക്കപ്പ് ഒരുപാട് നേരം കണ്ടുകൊണ്ടിരിക്കാൻ ചിലർക്ക് ഇഷ്ടമുണ്ടാവും, ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും അത് ദഹിക്കുന്ന രീതിയിൽ പെട്ടെന്ന് പറഞ്ഞു പോകാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് നമ്മൾ വീഡിയോ പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെയൊക്കെ ഈ സ്കിൻ ടോണുള്ളവർ ഈ ഒരു ലൈറ്റ് ഓറഞ്ച് കറക്റ്ററൊക്കെ യൂസ് ചെയ്താൽ മതിയാവും. അത്യാവശ്യം ഹൈഡ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മളിതേ കൈ വെച്ചിട്ട് തന്നെ അത്യാവശ്യം ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ല മേക്കപ്പ് ടൂൾ നമ്മുടെ ഹാൻഡ് തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ കൈ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന അത്രയും വേറെ എന്ത് വെച്ച് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അത്രയ്ക്ക് അങ്ങോട്ട് ബ്ലെൻഡ് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കൈ വെച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ കണ്ടോ നമ്മുടെ ആ ഒരു സ്കിന്നിലേക്ക് ഭയങ്കരമായിട്ട് ഇത് ചേരുന്നുണ്ട്. മാക്കിൻ്റെ കൺസീലർ അത്ര തിക്കായിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നും അല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് കൈ വെച്ചാണേലും ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത കറക്റ്റർ എല്ലാം ദേ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് ആ സ്കിന്നൊന്ന് ഈവൻ ആയ പോലെ ഒരു ഫീൽ വരുന്നില്ലേ. മാക്കിൻ്റെ NC15 എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഇത് ഏകദേശം എനിക്ക് മാച്ചാണ്. എന്നാലും കുറച്ചൊരു വൈറ്റ് ആയിട്ട് എടുത്ത് നിൽക്കുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്കിൻ്റെ കുറച്ചുകൂടി ഡാർക്ക് കളറുണ്ട്. NC41 എന്ന് പറയുന്നൊരു ഷെയ്ഡുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിടാം നമുക്ക് കേട്ടോ. കറക്റ്റ് സ്കിൻ കളർ ഉണ്ടാക്കി എടുക്കുന്നത് അതിലാണ് നമ്മുടെ മേക്കപ്പിൻ്റെ ഏറ്റവും സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ച് ബ്രൈറ്റ് ആയി പോവോ അല്ലെങ്കിൽ കുറച്ച് ഡൾ ആയി പോവോ ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തുള്ള മേക്കപ്പാണ് ഈവൻ ബ്രൈഡ്സിനാണെങ്കിലും ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് സ്കിൻ ടോൺ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഏതൊരു ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ നന്നായിട്ട് ആ ബോട്ടിൽ ഷെയ്ക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ ഈ മാക്കിൻ്റെ ബോട്ടിൽ വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഒഴിച്ചെടുക്കണം കേട്ടോ ഫൗണ്ടേഷൻ. അപ്പോൾ അതെനിക്ക് കുറച്ചൊരു ഡിസ്കംഫോർട്ട് തോന്നിയിരുന്നു. നമുക്ക് പമ്പ് ചെയ്തെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി കംഫോർട്ടാണ്. നമ്മുടെ കയ്യിലും അങ്ങനെയൊന്നും പറ്റില്ല, മെസ്സാവത്തില്ല കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് മാക്കിൻ്റെ കാര്യത്തിൽ തോന്നിയൊരു കാര്യമാണ്. ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഇത് നമ്മൾ രണ്ട് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തെടുത്താണ്. ഇപ്പോൾ എൻ്റെ ഏകദേശം ഒരു കറക്റ്റ് സ്കിൻ ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷനും ബ്രഷ് വരെ മാക്കിൻ്റെ ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൽ മാക്ക് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, മാഞ്ഞു പോയി തോന്നുന്നു. ഇത് ഈ ഒരു ബ്രഷ് ഫൗണ്ടേഷൻ ബ്രഷ് മാക്കിൻ്റെ ആണ്. ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ് കേട്ടോ. ഈ ഒരു ബ്രഷ് 3000 ആ ഒരു റേഞ്ചിലാവുന്നുണ്ട് ഈ ഒരു ഫൗണ്ടേഷൻ ബ്രഷിന് തന്നെ. പക്ഷെ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ലൈഫ് ലോങ് ആണ് ഇതിൻ്റെ ഒരു അത് നിൽക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇതുവരെ മേടിച്ചിട്ട് 1.5 വർഷമായി. ഇതിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇതിൻ്റെ ബ്രസ്റ്റിൽസ് ഒന്നും ഊരി പോകുന്ന പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇതെല്ലാം മേടിച്ച് അതേപടി ഇരിപ്പുണ്ട് കേട്ടോ. ഈ ഒരു ബ്രഷിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ലൈസാണ് കേട്ടോ. ഒട്ടും കട്ടിയില്ല. അപ്പം നമ്മളിങ്ങനെ ഫേസിൽ ഫൗണ്ടേഷൻ ഇടുവാണെങ്കിൽ അത് നല്ല നൈസായിട്ട് വരും കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു സ്ട്രോക്ക് വരച്ചതുണ്ടോ, ഭയങ്കര സ്കിൻ ഫിനിഷ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. എക്സസ് പ്രോഡക്റ്റ് ഒന്നും വരില്ല ഈ ഒരു ബ്രഷിൽ. കണ്ടോ, ഇത് കണ്ടോ,
കുറച്ചൊരു ബ്രൈറ്റ് ഷെയ്ഡാന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓക്കെ ആവും കേട്ടോ. അപ്പോൾ അതായത് നനച്ചെടുത്ത ബ്യൂട്ടി സ്പോഞ്ചാണ്, ഇത് വെച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണിത് ഒരു റിസൾട്ട് വരുന്നത്. ഇതൊന്നും ആയിട്ടില്ല, ഇനി നമ്മൾ കണ്ണ് ഐ മേക്കപ്പ് ചെയ്യാനുണ്ട്, ലിപ്സ് എല്ലാം വരുമ്പോഴാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഫിനിഷിങ്? എങ്ങനെയുണ്ട്? നല്ല ഫിനിഷിംഗ് അല്ലേ? അപ്പോൾ അടുത്ത് നമ്മളിതേ മാക്കിൻ്റെ തന്നെ ഐ ഷാഡോ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കളറാണ് കേട്ടോ എൻ്റെ കയ്യിൽ മാക്കിൻ്റെ ഐ ഷാഡോ ഉള്ളത്. ബാക്കി പാലറ്റ് ആയിട്ടില്ല, പാലറ്റ് വരുന്നതെല്ലാം വേറെ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് മാക്കാണ് ഫുള്ള് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു കളർ ഉള്ള കളർ വെച്ച് നമുക്ക് ചെയ്യാം. കരിം പച്ച കളറ് പോലത്തെ ഒരു കളറാണ് കേട്ടോ. നമുക്ക് നോക്കാം എന്താവുന്നുള്ളത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ വന്നിരിക്കുന്ന ഒരു കളറ്. എന്നിട്ട് കുഴപ്പമില്ലാത്തൊരു കളറാണ്, ഞാൻ അത്ര യൂസ് ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നു. ആക്ച്വലി ഞാൻ മാക്കിൽ നിന്ന് എന്തോ വാങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു കളറാണിത്. നമ്മളിങ്ങനെ ഐ ഷാഡോസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇടിമുട്ടി കളർ എടുത്തിടുമ്പോൾ നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് എടുത്തിടരുത്. ഇപ്പോൾ ഈ ഒരു കണ്ണിലുണ്ടോ, ഞാനിവിടെ കണ്ണിൽ ഇങ്ങനെ കളർ ഡെവലപ്പ് ചെയ്ത് വരുവാണ്, അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഈ കളറിൽ നമ്മളിങ്ങനെ ബ്രഷ് ഒന്ന് മുക്കിയിട്ട് ഒന്ന് ഡസ്റ്റ് ഔട്ട് ചെയ്ത് കളയണം. അതിന് ശേഷം വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര കളർ അങ്ങ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായി പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മളൊരു സ്മോക്കി പോലെയാണ് ചെയ്യുന്നത്. ഈ പോർഷനിൽ കളർ കൂട്ടിയിടും, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് നമ്മൾ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തന്നെ നമുക്ക് ഇട്ട ഫൗണ്ടേഷൻ ഒന്ന് കോമ്പാക്ട് ചെയ്ത് കൊടുക്കാം. മാക്കിൻ്റെ തന്നെ NC40 എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് കോമ്പാക്ട് പൗഡറാണ്. ഇതിപ്പോൾ യൂസ് ചെയ്ത് ഇത്ര ആയിട്ടോ, അടിപൊളി കോമ്പാക്ട് പൗഡറാണ്, ഒരു നഷ്ടവും വിചാരിക്കാനല്ല. ഏറ്റവും ഹെവി ആയിട്ടുള്ള കോമ്പാക്ട് പൗഡർ, മറ്റ് ബ്രാൻഡ്സിനെയൊക്കെ അപേക്ഷിച്ച് നല്ല ഹെവി ആയിട്ടുള്ളൊരു പൗഡറാണ്. ഇത് ഇട്ടാൽ ഒരുവിധം മേക്കപ്പ് ഒന്നും അനങ്ങത്തില്ല കേട്ടോ. ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. മാക്കിൻ്റെ ഐജൽ യൂസ് ചെയ്ത് തന്നെ ദേ ഐസ് ഒന്ന് നമ്മൾ എഴുതി കൊടുക്കണം, നല്ല ഡിഫൈൻഡ് ആയിട്ട് എഴുതി കൊടുക്കുവാണ്. അപ്പോൾ കണ്ണെഴുതാനൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ, സിമ്പിളാണ്. ഞാൻ കണ്ണെഴുതാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് വാലിട്ട് കൊടുക്കും ഇങ്ങനെ, അത് കഴിഞ്ഞിട്ട് ആ വാലയിലേക്ക്, ആ ഒരു ടെയിലയിലേക്ക് ഇതിങ്ങനെ വരച്ചങ്ങ് യോജിപ്പിക്കും. എഴുത്ത് റെഡി, വെരി സിമ്പിൾ. ഇതാണ് നമ്മുടെ കണ്ണെഴുത്ത് വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട്? മാക്കിൻ്റെ ലിപ് പ്രൈമറാണ് യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് അടിപൊളി പ്രോഡക്റ്റാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സിൽ ഒന്നാണ്. അപ്പോൾ ഇതിട്ടിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അനങ്ങില്ല കേട്ടോ, ലോങ് ലാസ്റ്റ് ചെയ്യും, ഭയങ്കര ലാസ്റ്റിംഗ് ആണ്. മാക്കിൻ്റെ ലിപ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ബർഗണ്ടി എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. ജസ്റ്റ് നമ്മളൊന്ന് ഷെയ്ഡും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലിപ് ലൈനർ വെച്ചിട്ട് നമ്മൾ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് കിട്ടുന്നതാണ് കേട്ടോ. നമ്മുടെ ലിപ്സ്റ്റിക്ക് കുറേ നേരം ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് ട്രൈ നോക്കണേ. നമ്മൾ മാക്കിൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഡാൻസ് വിത്ത് മീ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്, അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. നല്ല മാറ്റ് ലിപ്സ്റ്റിക്കാണ്. സോ ഇട്ട ഉടനെ നമ്മൾ മാറ്റായി പോകും പെട്ടെന്ന്. സോ നമ്മൾ ഇടുമ്പോൾ തന്നെ ബ്ലെൻഡ് ചെയ്ത് പോകണം കേട്ടോ. നമ്മുടെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തതിന് ശേഷമുള്ള ഒരു ലുക്ക് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ഡിഫൈൻ ചെയ്ത് കൊടുക്കാവേ. അടുത്തായിട്ട് നമ്മൾ മാക്കിൻ്റെ തന്നെ ലിപ് ഗ്ലോസ് ആണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. പക്ഷേ ഈ ലിപ് ഗ്ലോസിന് ചെറിയൊരു പിങ്ക് ടിൻ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഇന്ന് മാക്കിൻ്റെ ഫുൾ പ്രോഡക്റ്റ് വെച്ചിട്ട് മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലൈറ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇടുമ്പോൾ ബ്ലെൻഡായി പൊക്കോളുമായിരിക്കും. കണ്ടോ, ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്, ചെറിയൊരു ഗ്ലോയും ഉണ്ട് കേട്ടോ. അടുത്ത നമ്മൾ മാക്കിൻ്റെ പിഞ്ച് മീ എന്ന് പറയുന്ന ഒരു ബ്ലഷാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നന്നായിട്ട് ചിരിച്ചാലേ ഈ ഒരു ബ്ലഷ് ഇടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്രൊമിനൻ്റ് ആയിട്ട് നമ്മുടെ കവളൊക്കെ ഇങ്ങനെ തൊടുത്ത് നിൽക്കും. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉള്ള പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തത് മാക്കിൻ്റെ. അപ്പോൾ ഈ മസ്കാര ഒന്നും എൻ്റെ കയ്യിൽ മാക്കിൻ്റെ ഇല്ലായിരുന്നു കേട്ടോ. സോ ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫൈനലി നമ്മൾ യൂസ് ചെയ്ത പ്രിപ്പ് ആൻഡ് പ്രൈം തന്നെ സെറ്റിംഗ് സ്പ്രേ ആയിട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇത് കണ്ടോ, അപ്പോൾ ഈ ഒരു ചുട്ടിയും അതുപോലെ തന്നെ ഈ ഒരു കമ്മലൊക്കെ കണ്ടിട്ട് കൊതിയാവുന്നില്ല ഇടാനായിട്ട്. ഞാൻ എത്ര നാളായിട്ട് മേടിച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു. ഇത് വെച്ചിട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ നടക്കുന്നില്ല കേട്ടോ, സമയം കിട്ടുന്നേ ഇല്ല. പിന്നെ ഇത് വാങ്ങിയിട്ടുള്ളത് എവിടെ നിന്നായിരുന്നു? പഞ്ചാബിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് ഇത്തരത്തിലൊരു സ്ലൈഡ് കുത്തി നമ്മുടെ ഹെയറിലേക്ക് ഇതങ്ങ് ഫിക്സ് ചെയ്യുവാണേ. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് മാക് മേക്കപ്പ് ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.